നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് മഹാത്മാ മൈതാനത്ത് 4 സ്കൂളുകളിലെ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കേഡറ്റുകൾ പരേഡിൽ പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചേർപ്പ് ഏരിയ കൺവെൻഷൻ നടന്നു. അവണിശ്ശേരി സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു കൺവെൻഷൻ. നാട്ടിക ഈസ്റ്റ് UP സ്കൂളിന്റെ 108ാം വാർഷികം ആഘോഷിച്ചു. കുട്ടികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ അവതരിപ്പിച്ച കലാപരിപാടികൾ ചടങ്ങിൽ അരങ്ങേറി. വാർത്തകൾ വിശദമായി. ചേർപ്പ് മഹാത്മാ മൈതാനത്ത് 4 സ്കൂളുകളിലെ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കേഡറ്റുകൾ പരേഡിൽ പങ്കെടുത്തു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ചേർപ്പ് CNN ഗേൾസ് ഹയർ സെക്കൻഡറി, CNN ബോയ്സ് ഹയർ സെക്കൻഡറി, അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി എന്നീ സ്കൂളുകളിലെ SPC കേഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത്. 170ഓളം കേഡറ്റുകൾ പാസിംഗ് ഔട്ട് പരേഡിൽ അണിനിരന്നു. SPCയുടെ തൃശൂർ റൂറൽ നോഡൽ ഓഫീസർ VA ശ്രീകൃഷ്ണദാസ് കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. SPC തൃശൂർ റൂറൽ അഡീഷണൽ നോഡൽ ഓഫീസർ OH ബിജു കേഡറ്റുകൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, ചേർപ്പ് SHO MS ഷാജൻ, പ്രധാന അധ്യാപകൻ EP ഉണ്ണികൃഷ്ണൻ, പ്രധാന അധ്യാപികമാരായ KM രജനി, K ജില്ലി ജോസ് എന്നിവർ സംസാരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ, സ്കൂൾ മാനേജർമാർ, PTA പ്രസിഡന്റുമാർ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. K ദിലീപ് കുമാർ, ശ്രീജിത്ത് വാര്യർ, KR രഞ്ജിത്ത്, ഡോക്ടർ CM ഷംല, MB സബിത, റോസ്മോൾ C ജോർജ്, PK തുഷാര എന്നിവർ നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചേർപ്പ് ഏരിയ കൺവെൻഷൻ നടന്നു. അവണിശ്ശേരി സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു കൺവെൻഷൻ. AKTA ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയ് കൃഷ്ണൻ കപ്പ്യാരത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. 1-2 യൂണിറ്റുകൾക്ക് മാത്രമാണ് മെമ്പർഷിപ്പിന്റെ പ്രവർത്തനത്തിൽ വലിയ തോതിൽ പ്രവർത്തിക്കാൻ സാധിച്ചില്ല. ബാക്കിയുള്ളതൊന്നും വലിയ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും പഴയ മെമ്പർഷിപ്പിനെ നിലനിർത്താൻ കുറച്ച് ചേർപ്പയിലേക്ക് സാധിച്ചിട്ടുണ്ട്. മെമ്പർഷിപ്പിന്റെ കാര്യം പറഞ്ഞ് നമ്മൾ അറിയേണ്ടത്, മെമ്പർഷിപ്പിനെ ഉയർത്തിക്കൊണ്ടുപോകാനാണ് നമ്മൾ ഓരോരുത്തരും അശ്രാന്തം പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം മെമ്പർഷിപ്പ് ഇല്ലാതെ ഒന്നും മുന്നോട്ട് പോകില്ല. കാരണം ഇന്ന് ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടായി. കാരണം ക്ഷേമനിധിയിൽ നിന്ന് കിട്ടുന്ന റിട്ടയർമെന്റ് ആനുകൂല്യത്തിൽ പോലും വലിയ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കി അതിന്റെ ഭാഗമായി തന്നെ വലിയൊരു പ്രക്ഷോഭ സമരത്തിന് വരെ നമ്മൾ തയ്യാറാവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. പലപ്പോഴും ഇത്തരം സമരങ്ങളിൽ കൂടെ മാത്രമാണ് നമ്മൾ പല ആനുകൂല്യങ്ങളും നേടിയെടുത്തിട്ടുള്ളത്. എന്നാൽ ഈ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമര പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തി സമരത്തെ അഭിമുഖീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ സർക്കാരുകൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. അത്തരത്തിൽ റിട്ടയർമെന്റ് ആനുകൂല്യത്തിലെ പോരായ്മ പരിഹരിച്ചുകൊണ്ട് അത് നടത്തി തരുന്നതിന് ഒപ്പുവെക്കുന്ന ഒരവസ്ഥയുണ്ടായി. നമ്മളെ സംബന്ധിച്ചോളം നമുക്കറിയാം, ഏത് രാഷ്ട്രീയ പാർട്ടികളെയും ഒരേപോലെ വിമർശിക്കാൻ AKT എന്ന പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കൂ. ഏരിയ പ്രസിഡന്റ് KS ബാലകൃഷ്ണൻ അധ്യക്ഷനായി. പാറളം, ചേർപ്പ്, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അസോസിയേഷൻ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ഡാലി ബിനോയ്, റോസ്മേരി അബേഷ്, റിൻസി ഷാബു, ജയശ്രീ ഷാജൻ, സരോജിനി സുധാകരൻ, അസോസിയേഷൻ ചേർപ്പ് ഏരിയയിലെ മികച്ച യൂണിറ്റായ അവണിശ്ശേരി യൂണിറ്റിന്റെ സെക്രട്ടറി TB രമേശ് എന്നിവർക്കാണ് ആദരം നൽകിയത്. ഏരിയ സെക്രട്ടറി TA ജോസഫ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ PS സുകന്യ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ജയശ്രീ, AV സുരേന്ദ്രൻ, TK അനിത, സുസ്മിത വരദൻ, ഷൈനി സുബ്രഹ്മണ്യൻ, ശോഭ സന്തോഷ് എന്നിവർ സംസാരിച്ചു. നാട്ടിക ഈസ്റ്റ് UP സ്കൂളിന്റെ 108ാം വാർഷികം ആഘോഷിച്ചു. കുട്ടികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ അവതരിപ്പിച്ച കലാപരിപാടികൾ ചടങ്ങിൽ അരങ്ങേറി.
CC മുകുന്ദൻ MLA വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഇംതിയാസ് അധ്യക്ഷനായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു, പഞ്ചായത്ത് അംഗങ്ങളായ രജനി ബാബു, PC മണികണ്ഠൻ, പ്രധാന അധ്യാപിക PN നിത്യകല, സ്റ്റാഫ് സെക്രട്ടറി KR ബൈജു, സീനിയർ അസിസ്റ്റന്റ് MR ഡാഗി, വലപ്പാട് AU KV അമ്പിളി, PTA വൈസ് പ്രസിഡന്റ് സൗമ്യ പ്രസൂൺ, MPTA പ്രസിഡന്റ് വിൻസി, വികസന സമിതി വൈസ് ചെയർമാൻ KV സജീവ്, സ്കൂൾ ലീഡർ CS ശ്രാവൺ എന്നിവർ സംസാരിച്ചു. അധ്യാപിക സജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. CC മുകുന്ദൻ MLAയുടെ ജീവചരിത്രമായ വിശപ്പും വിവേചനവും എന്ന പുസ്തകവും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി 15,000 രൂപയുടെ പുസ്തകങ്ങളും സ്കൂൾ ലൈബ്രറിയിലേക്ക് ചടങ്ങിൽ കൈമാറി. തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികൾ നടന്നു. കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി KK അശോകൻ നിയമിതനായി. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ് പുതിയ ചുമതല നൽകിയത്. KK അശോകൻ ഉൾപ്പെടെ 19 ജനറൽ സെക്രട്ടറിമാരെയാണ് സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുത്തത്. 10 വർഷക്കാലം കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം പ്രസിഡന്റായും 10 വർഷം ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റായും KK അശോകൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, വെങ്ങണിശ്ശേരി ഗുരുകുലം പബ്ലിക് സ്കൂൾ PTA പ്രസിഡന്റ്, തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് PTA പ്രസിഡന്റ് എന്നീ ചുമതലകൾ വഹിച്ചിരുന്നു. നിലവിൽ തൃശൂർ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഡയറക്ടറാണ് KK അശോകൻ. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വാർഡ് 21 ആദ്യ ഗ്രാമസഭ ചേർന്നു. ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിലാണ് ഗ്രാമസഭ ചേർന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CJO ജോർജ് ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് MBA പരീക്ഷയിൽ 7ാം റാങ്ക് നേടിയ പെരുമ്പിളിശ്ശേരി സ്വദേശി മൈമ്പുള്ളി വീട്ടിൽ ബാബു പുഷ്പലത ദമ്പതികളുടെ മകൾ ഗ്രീഷ്മയാണ് ആദരിക്കപ്പെട്ടത്. കൂടാതെ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ്, വാർഡ് മെമ്പർ ബീന ഉണ്ണികൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡോ, പഞ്ചായത്ത് കോർഡിനേറ്റർ രഞ്ജിനി, മുൻ പഞ്ചായത്ത് മെമ്പർ EV ഉണ്ണികൃഷ്ണൻ, ആശാ വർക്കർ അൽഫോൺസ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം അബ്ദുൽ കരീം ഹാജിയുടെ 28ാമത് ഉറൂസിന് തുടക്കമായി. ശനിയാഴ്ച നടന്ന ചടങ്ങിൽ അബൂബക്കർ സയ്യിദി കക്കിടിപ്പുറം കൊടി ഉയർത്തി. കൊടി ഉയർത്തലിന് ശേഷം കൂട്ട സിയാറത്തിന് അസ്ലം മുസ്ലിയാർ കയ്പമംഗലം നേതൃത്വം നൽകി. PA അബൂബക്കർ ഹാജി, PB മൂസ ഹാജി, സിറാജുദ്ദീൻ സഖാഫി, PMA റഹീം ഹാജി, അബ്ദുൽ അസീസ് അമാനി, മുഹമ്മദ് അസ്ലം എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വൈകിട്ട് 7 നടന്ന ആത്മീയ സംഗമത്തിൽ സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുഖാരി, അബ്ദുൽ സമദ് സഖാഫി എന്നിവർ നേതൃത്വം നൽകി. ഞായറാഴ്ച വൈകിട്ട് 6:30 ദിക്കർ ഹൽക്ക, തുടർന്ന് നടന്ന മജ്ലിസുൽ കരീമിയയ്ക്ക് സയ്യിദ് ജയഫർ സാദിഖ് അൽ ബുഖാരി നേതൃത്വം നൽകി. അനസ് അമാനി മുഖ്യപ്രഭാഷണം നടത്തി. തിങ്കളാഴ്ച വൈകിട്ട് 7 നടക്കുന്ന ഗത്തം ദുആയ്ക്ക് അലി മുസ്ലിയാർ വെട്ടത്തൂർ നേതൃത്വം നൽകും. തുടർന്ന് നടക്കുന്ന അന്നദാനം CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ C. മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തും. ബായാർ തങ്ങൾ സമാപന പ്രാർത്ഥന നിർവഹിക്കും. എടമുട്ടം ചൂലൂരിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. വലപ്പാട് മുരിയാംതോട് സ്വദേശി കണ്ണാങ്കിലക്കത്ത് വീട്ടിൽ റഷീദാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ശനിയാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. ചൂലൂർ സ്വദേശി മൊടേനിപ്പറമ്പിൽ വീട്ടിൽ സൗഫിറിനെയാണ് പ്രതി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. വാഹനത്തിന്റെ ലോൺ അടയ്ക്കാത്തത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. കയ്പമംഗലം SI ഋഷി പ്രസാദ്, ഗ്രേഡ് ASI ജോബി പോൾ, ഗ്രേഡ് സീനിയർ CPOമാരായ ജ്യോതിഷ്, ദിനേശ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിലുണ്ടായത്. ചന്ദ്രാപിനി പെരുമ്പടപ്പ SRV UP സ്കൂളിന്റെ 106ാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക KS ശ്രീമോൾക്ക് യാത്രയയപ്പും നൽകി. ET ടൈസൺ MLA വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വാർഡ് മെമ്പർ ഗീത മോഹൻദാസ്, പ്രധാന അധ്യാപിക VV ആശ, മാനേജ്മെന്റ് പ്രതിനിധി പ്രഭിത, PTA പ്രസിഡന്റ് ഫസീന മുബാറക്, MPTA പ്രസിഡന്റ് ഷംലത് ഷാനവാസ്, സ്റ്റാഫ് സെക്രട്ടറി മീര P. രാമകൃഷ്ണൻ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ജ്യോതി ബാസ് തേവർക്കാട്ടിൽ, അധ്യാപിക VA ജമീറ, സ്കൂൾ ലീഡർ മുഹമ്മദ് അഫ്ലഹ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഡോക്ടർ രഞ്ജിനി ജയപ്രകാശിനെ ആദരിച്ചു. സ്കൂൾ അങ്കണത്തിൽ തീർത്ത ട്രസ്റ്റ് വർക്കിന്റെ ഉദ്ഘാടനവും വിവിധ മത്സരങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടത്തി. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കാപ്പ ഉത്തരവ് പ്രകാരം 46 കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ടയെ ജയിലിൽ അടച്ചു. കാട്ടൂർ കാട്ടൂക്കടവ് സ്വദേശി നന്ദനത്ത് പറമ്പിൽ വീട്ടിൽ ഹരീഷാണ് ജയിലിലായത്.
കാപ്പ നിയമപ്രകാരം 1 വർഷത്തേക്കാണ് ഇയാളെ ജയിലിൽ അടച്ചത്. നോർത്ത് പറവൂർ കൊടമംഗലത്ത് നിന്നാണ് പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കാട്ടൂർ, വലപ്പാട്, ചേർപ്പ്, വാടാനപ്പള്ളി, മതിലകം, അന്തിക്കാട്, ഒല്ലൂർ, പാലാരിവട്ടം, ചേരാനെല്ലൂർ എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കൽ, കവർച്ച, വധശ്രമം, അടിപിടി, അനധികൃതമായ സ്ഫോടക വസ്തു കൈവശം വയ്ക്കൽ, വിൽപ്പനയ്ക്കായി മയക്കുമരുന്ന് സൂക്ഷിക്കുക എന്നിവയടക്കം 46 ക്രിമിനൽ കേസുകൾ പ്രതിയാണ് ഹരീഷ്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി CL ഷാജു, കാട്ടൂർ SHO KC ബൈജു, SI S സബീഷ്, ASI ധനേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KV ബിബിൻ, ക്രൈം സ്ക്വാഡ് ASI ES ജീവൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പോക്സോ കേസിൽ 58 വയസ്സുകാരന് 8 വർഷം കഠിന തടവും 40,000 രൂപ പിഴയും. വാടാനപ്പള്ളി നടുവേക്കര സ്വദേശി ആലത്തി വീട്ടിൽ കുമാരനാണ് ശിക്ഷിക്കപ്പെട്ടത്. ചാവക്കാട് അതിവേഗ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതി ഉറങ്ങുകയായിരുന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. 2024 ഏപ്രിലിൽ പുലർച്ചെ 2 മണിയോടെയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. 8 വർഷം കഠിന തടവും 40,000 രൂപ പിഴയുമാണ് ശിക്ഷ. പിഴ അടച്ചില്ലെങ്കിൽ 4 മാസം അധിക തടവ് അനുഭവിക്കണം. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ ASI TD സ്നേഹമോളാണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. SI PG സദാശിവന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. കേസിന്റെ തുടർന്നുള്ള അന്വേഷണം SIമാരായ SM ശ്രീലക്ഷ്മി, PG സദാശിവൻ, ASI PS സുജിത് കുമാർ എന്നിവർ ചേർന്ന് പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷൻ 16 സാക്ഷികളെ വിസ്തരിക്കുകയും 23ഓളം രേഖകളും മുതലുകളും ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ ഹാജരായി. ലെയ്സൺ ഓഫീസറും സീനിയർ CPOയുമായ MR സിന്ധു കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,355 രൂപ, പവന് 1,14,840 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് മഹാത്മാ മൈതാനത്ത് 4 സ്കൂളുകളിലെ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കേഡറ്റുകൾ പരേഡിൽ പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചേർപ്പ് ഏരിയ കൺവെൻഷൻ നടന്നു. അവനേശ്വരി സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു കൺവെൻഷൻ. നാട്ടിക ഈസ്റ്റ് UP സ്കൂളിന്റെ 108ാം വാർഷികം ആഘോഷിച്ചു. കുട്ടികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ അവതരിപ്പിച്ച കലാപരിപാടികൾ ചടങ്ങിൽ അരങ്ങേറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.